വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. NHSൽ ഉണ്ടായിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, UK പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കീർ സ്റ്റാമർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇമിഗ്രേഷനിലും ഹെൽത്ത് സെക്ടറിലും വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനിൽ പുതിയ റൂൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ റിക്രൂട്ട്മെൻറ്റ്സ്, അതായത് ഹെൽത്ത് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്സൊക്കെ കുറച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതായത് ഇവിടെ UK തന്നെ പഠിച്ച് ജോലി കിട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളവിടെ വരുന്നത്. അതായത് ഇൻ്റർനാഷണൽ നഴ്സസ് റിക്രൂട്ട്മെൻറ്റൊക്കെ കുറഞ്ഞിരിക്കുന്നൊരു സമയം. ഇതുകൂടാതെ തന്നെ NHSലും കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഒരു ന്യൂസസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 10-year ഹെൽത്ത് പ്ലാനാണ്. 10-year ഹെൽത്ത് പ്ലാൻ 2025 to 2035 ഹെൽത്ത് പ്ലാൻ, NHS ഹെൽത്ത് പ്ലാൻ. NHS കെയർ ഇൻ ഇംഗ്ലണ്ട് എന്ന വിഷനോടുകൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെൽത്ത് പ്ലാനാണ് ഈ 10-year ഹെൽത്ത് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തത് 3rd July 2025 ഇത് നമുക്കിനി ഇതിൻ്റെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നും ഇത് നമ്മൾ പേഷ്യൻസിനായാലും അവിടെ താമസിക്കുന്നവർക്കായാലും സ്റ്റാഫ്സിനായാലും എന്തൊക്കെ ബെനിഫിഷ്യസ് ആണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇതിനെ നമുക്കൊരു റിഫ്രഷ്ഡ് പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പേരാണ് ഫിറ്റ് ഫോർ ഫ്യൂച്ചർ 10-year ഹെൽത്ത് പ്ലാൻ ഫോർ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. വിച്ച് വാസ് പബ്ലിഷ്ഡ് ഓൺ 3rd July and it was updated on 15th July 2025. ഇത് നേരത്തെ ഉണ്ടായിരുന്ന 2019 ഉണ്ടായിരുന്ന NHS ഹെൽത്ത് പ്ലാനിൻ്റെ, അതായത് അതൊരു ലോങ് ടേം ഹെൽത്ത് പ്ലാൻ ആയിരുന്നു. ഒരു 2019 to 2029 ആയിരുന്നു ആ ഹെൽത്ത് പ്ലാനിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഫോളോസ് ഏർലിയർ 2019 ഹെൽത്ത് പ്ലാൻ. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, സ്റ്റാഫ്സിൻ്റെ കയ്യിൽ നിന്ന് ഉള്ള ഒരു ഹ്യൂജ് കൺസൾട്ടേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഒരു പ്ലാനാണ് ഇത് 10-year ഹെൽത്ത് പ്ലാൻ എന്ന് പറയുന്നത്. 3 മേജർ ചേഞ്ചസ് ആണ് ഈ പ്ലാൻ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി സർവീസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ സർവീസുകളിൽ എല്ലാം മാറ്റിയിട്ട് കമ്മ്യൂണിറ്റി സർവീസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ഈ ഒരു 10 വർഷത്തേനുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്. അതായത് ഹോസ്പിറ്റലുകളിൽ ഇപ്പം വെയിറ്റിംഗ് ലിസ്റ്റുകൾ കൂടുന്നു, ക്യൂസ് കൂടുന്നു. അതായത് ആൾക്കാർ സർവീസ് കിട്ടാനായിട്ട് കുറേ ലോങ് വെയിറ്റിംഗ് ടൈം എടുക്കുന്നുണ്ട്. അത് കുറച്ചുകൊണ്ട്, അതായത് GP സർവീസുകൾ, പിന്നെ 111 സർവീസ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യാനും, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഒന്നാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. കെയർ മൂവ്സ് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഓർ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽസ് which helps to reduce the long waiting list and which brings the patient care to their own home. Number 2 is analog to digital health. ഇപ്പോഴെന്ന് പറയുമ്പം കൂടുതൽ പേപ്പർ വർക്ക്സുകൾ കുറച്ചുകൊണ്ട് ഡിജിറ്റലായിട്ട്, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ പേഷ്യൻ്റ് കെയറിലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കുറേ പേപ്പർ വർക്ക്സുകളൊക്കെ മാറ്റിക്കൊണ്ട് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഇപ്പം നമ്മളൊക്കെ നിൽക്കുന്ന ഇടങ്ങളിൽ ഡിജിറ്റലായിട്ട്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലൈസേഷൻ ആക്കാനായിട്ട്, അനലോഗ് ടു ഡിജിറ്റൽ സർവീസസ് അത് കൊണ്ടുവരാനായിട്ട് നോക്കുന്നതാണ് രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്.
ഡിജിറ്റൽ ഹെൽത്തിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പം NHS ആപ്പിൻ്റെ യൂസ്, NHS ആപ്ലിക്കേഷൻ അതിൻ്റെ യൂസ് കൂടുതലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് ഡോക്ടർ ഇൻ യുവർ പോക്കറ്റ്, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2028 their aim is to fully use the NHS app or make the services into a digital one, and which helps to bring the consultation, referrals and the medication list or the pharmacy services all to the one thing, that the NHS application. Number 3 is sickness to prevention. Like instead of curing the sickness, they are focusing on to preventing the illness. That means they will follow some more interventions for preventing illness, such as obesity management, mental health early interventions, and other sickness preventions. To support the plan, the government pledges additional £29 billion a year by 2029, plus 6,000 new mental health professionals and 1,700 GPs. But challenges include workforce shortages, funding risk, IT obstacles, and gaps in social care delivery, which is deferred to a separate review by mid 2026 and 2028, respectively. What it means for nurses and staff. For nurses and frontline staff, the plan signals more digital tools, less paperwork, more clinical time, and expanded roles in new community health centers. You will also see revised operating models, integrated care systems with the local accountability, and new professional pathways embedded in workforce reform. Is there any obstacles and any public conflicts? Yes. Despite the vision, experts warn that delivery will depend on funding, IT capabilities, staff recruitment, and effective implementation. Public satisfaction remains low. Only 1 in 5 believe the NHS is well run. On the upside, initiates like a Martha's role, a rapid response system for deteriorating patients, are already showing early success and signal cultural change across hospitals. This NHS plan is a bold roadmap: digital transformation, community focused care, and a shift to prevention. It's a massive project, one that affects nurses, doctors, patients, and families alike. What changes are you most excited or special about? Comment below. If this was helpful, hit like, share, and subscribe for more updates on nursing careers, healthcare policy, and lifestyle content. See you soon. Thanks for watching.